ഇന്ന് നമുക്ക് കരിമീൻ വെച്ചിട്ട് മപ്പാസ് അല്ലാതെ വ്യത്യസ്തമായ രീതിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിനകത്തേക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. കടുക് ഉലുവയും നന്നായി പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് 3-4 ചെറിയ ഉള്ളി അരിഞ്ഞതും 5-6 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളക് നെടുകെ പുളന്നതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്ക് മീൻകറിക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഗ്രേവി ഒന്ന് നന്നായിട്ട് തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വെള്ളത്തിന് പകരം ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് അരപ്പ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ആ പാത്രത്തിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടി ഈ അരപ്പിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ പുളിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പൊന്ന് നന്നായി തിളച്ച് വരട്ടെ. ഇപ്പോൾ അരപ്പ് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരിമീൻ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തവി കൊണ്ട് നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ താത്ത് കൊടുക്കാം മീനെല്ലാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് പറ്റി പാകമായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രുചികരമായ കരിമീൻ കറി ഇവിടെ തയ്യാറായിരിക്കുന്നു.